കാണുവാനും കഴിയും. ഒരു കാലത്ത് ഓടിയവർ, ഒരു കാലത്ത് അധ്വാനിച്ചവർ, ദൈവത്തിന്റെ സഭ പണിയവർ, സഭയ്ക്ക് വേണ്ടി ജീവൻ പോലും വിട്ടുകൊടുക്കുവാൻ തയ്യാറായ വ്യക്തികൾ ഇന്ന് പിന്മാറ്റ അവസ്ഥയിലേക്ക് കിടക്കുന്നവർ കാണുവാൻ കഴിയും. അത് കാണുമ്പോൾ നമുക്ക് വിഷമുണ്ട്. ഒരു പക്ഷേ പ്രസംഗിക്കുന്ന എനിക്കും നിങ്ങൾക്കും അത് വരാതിരിക്കട്ടെ. നമ്മൾ ശക്തരായി നമുക്ക് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാർ പറഞ്ഞു, നിന്റെ തലക്കല്ലിൽ നിന്ന് ഇന്ന് ഏലിയാവിനെ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ സ്തോത്രം ഏലിയ പറഞ്ഞു, യഹോവ എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു. നീ ഇവിടെ താമസിച്ചു കൊള്ളുകയെന്ന് ഏലിയാവ് പറയുമ്പോൾ എലീശ പറഞ്ഞു, ഇല്ല യജമാനനേ, അങ്ങ് യെരിഹോവിലാണെങ്കിൽ ഞാനും കൂടെയുണ്ട്. ഹല്ലേലൂയ. കാരണം എലീശയ്ക്ക് അറിയാം ഒരു ശക്തി, ഒരു വലിയ അഭിഷേകം ഇദ്ദേഹത്തിന്റെ മേലുണ്ട്. ഹല്ലേലൂയ. അദ്ദേഹം സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ അതെനിക്ക് ആവശ്യമാണ്. എനിക്ക് അവിടെ എത്തുമ്പോൾ റിപ്പീറ്റ് ചെയ്തു വീണ്ടും പറയുകയാണ്. പ്രവാചക ശിഷ്യന്മാര് പറയുന്നു, ഇന്ന് നിന്റെ യജമാനൻ എടുക്കപ്പെടാൻ പോകുക, നിങ്ങൾ ചുമ്മാ ഇരിപ്പിൻ എന്ന് പിണ്ടാതാക്കിക്കൊണ്ട് അഭിഷേകത്തിന് വേണ്ടി താൻ ഓടുകയാണ്. നമ്മൾ കേട്ടല്ലോ, നമ്മുടെ സമയങ്ങൾ വില കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരുമെന്ന്. ഹല്ലേലൂയ. ഈ ആരാധനയ്ക്ക് നിങ്ങൾ വരുന്നത് വെറുതെയല്ല, കൈയടിക്കുന്ന വെറുതെയല്ല, പ്രാർത്ഥിക്കുന്ന വെറുതെയല്ല. നിങ്ങളുടെ മേൽ ഒരു അഭിഷേകം വ്യാപരിക്കും. ഹല്ലേലൂയ. പലരും കേൾക്കുമ്പോൾ തന്നെ ശക്തി വെളിപ്പെടും. നിങ്ങളും കൃപകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. യെരിഹോവിലായിരിക്കുന്നതായ സ്തോത്രം അറിയുന്നത് അനേക പ്രവാചക ശിഷ്യന്മാരുണ്ട്. അവിടുന്ന് സ്തോത്രം ഏലിയാവ് പറയുന്നു, യഹോവ എന്നെ യോർദാൻ അയച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യോർദാനിലേക്ക് അയച്ചിരിക്കുന്നു. നീ ഇവിടെ താമസിച്ചു കൊള്ളുക. സ്തോത്രം. എലീശ പറഞ്ഞു, ഇല്ല കർത്താവേ, ഇല്ല യജമാനനെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. യോർദാന്റെ കരയിൽ നിൽക്കുമ്പോഴാണ് പ്രവാചക ശിഷ്യന്മാരെല്ലാവരും വന്നു, അല്ലയോ എലീശായേ, അതൊരു മരണ യോർദാനാണ്. സ്തോത്രം. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു കാണും, ഒരു പക്ഷേ ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, എനിക്കൊരു അഭിഷേകം ആവശ്യമാണ്. ഹല്ലേലൂയ. യോർദാന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഏലിയാവിനെ പുതപ്പെടുത്ത് മടക്കി അടിച്ചു. യോർദാൻ രണ്ടായി പിരിഞ്ഞു. അതിൽ കൂടെ ആ ഉണങ്ങിയ നിലത്തിൽ കൂടെ അക്കരെ എത്തിയ ശേഷം ഏലിയാവ് ചോദിക്കുന്നു, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തു കൊള്ളപ്പെട്ട ശേഷം സ്തോത്രം നിനക്ക് എന്താവശ്യം പറയുക. സ്തോത്രം. ഹല്ലേലൂയ. എടുത്തു കൊള്ളപ്പെടുമ്പോൾ എന്താവശ്യം പറയുക. സ്തോത്രം. നിന്റെ ശരീരത്തിൽ നിന്നിൽ വ്യാപരിക്കുന്ന ഇരട്ടി പങ്ക് ആത്മാവാവശ്യം. അപ്പോൾ ഏലിയാവ് പറയുന്നു, നീ ചോദിച്ചത് പ്രയാസമുള്ള കാര്യമാണ്. ഹല്ലേലൂയ. ഇന്നാണെങ്കിൽ നാം പറയും, സിസ്റ്ററെ പ്രാർത്ഥനയ്ക്ക് വരിക, ബ്രദറെ പ്രാർത്ഥനയ്ക്ക് വരിക, കുഞ്ഞിനെ പ്രാർത്ഥനയ്ക്ക് വരിക, പാസ്റ്റർമാരുടെ കൈവച്ച് പ്രാർത്ഥിക്കും, എങ്ങനെ അഭിഷേകം പ്രാപിക്കണം. അറിയുക, ഏലിയാവ് ഒരു സപ്പോർട്ട് ചെയ്യുന്നില്ല വാക്കുകൊണ്ട് പോലും. ഞാൻ എടുക്കുമ്പോൾ സ്തോത്രം, അതായത് നീ എന്നെ എടുക്കപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുണ്ട്, നിനക്കെന്തി അങ്ങനെ ഉണ്ടാകും. ഹല്ലേലൂയ. അത് പറയുന്ന സമയം മുതൽ തന്റെ കണ്ണ് ഏലിയാവിൽ മേൽ മാത്രമല്ല സ്വർഗത്തിലേക്ക് തന്റെ കണ്ണുകളെ ഉയർത്തി. ഹല്ലേലൂയ. അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ 2 രാജാക്കളുടെ പുസ്തകം 2-ാമത്തെ പറയുന്നു, അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നി അശ്വങ്ങളും അഗ്നി രഥങ്ങളും സ്വർഗത്തിലെ ദൈവം അയച്ചു കൊടുത്തു. ഒരു ചുഴലിക്കാറ്റിൽ സ്തോത്രം വന്നു. അപ്പോൾ ഏലിയാവ് ആ അഗ്നി രഥത്തിലേക്ക് കയറി ചുഴലിക്കാറ്റിൽ ഈ അഗ്നി രഥത്തെ ഒരു സ്തോത്രം കൊണ്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ എലീശ നിലവിളിച്ചു, ഓ